ട്രേഡിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഇപ്പം എടുത്തേ ഉള്ളൂ. 80% ഉള്ള എക്സൈറ്റ് ആയിട്ടുണ്ട്. ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 20% ഹോൾഡ്. ഇവിടെ നിന്നും കൂടി കുറച്ച് ട്രേഡും കൂടി എടുത്താലോ എന്ന് ആലോചിക്കുന്നു. ട്രേഡ് എടുത്തവൻ വീണ്. അയ്യോ ഒന്നും പറയില്ല കാര്യം, ഒന്നും പറയില്ല. അയ്യോ ഭയങ്കര കോമഡി ആട്ടോ. ആ ട്രെയിൻ എടുത്തതും വീണിട്ടുണ്ട്. അയ്യോ ഇനി 40% ഉണ്ട്. 40 ഇതിൻ്റെയും 20 ഇതിൻ്റെയും 20. നോക്കാം എങ്ങനെ പോകും നോക്കാം. ട്രേഡിൻ്റെ എസ് എൽ പോയിട്ടുണ്ട് കേട്ടോ. മറ്റേതിന് വേണ്ടി വെയിറ്റിങ്. ഒരു ദിവസത്തെ 3ാമത്തെ ട്രേഡാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ 3ാമത്തെ ട്രേഡ്. എവിടെ നിന്ന് ട്രേഡ് എടുത്തോ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് എസ് എൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 20, 50, 60, 70% അത് നോക്കിയാൽ 70% കഴിഞ്ഞ് എസ് എൽ അടിച്ചു. ഇനി ഇതിൻ്റെതും കൂടി ഉണ്ട്. ഇതൊന്നും ആയില്ല ഇതുവരെ. കുഴപ്പമില്ല കേട്ടോ. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കുഴപ്പമില്ല. ബാക്കി എല്ലാം ഓക്കെ ആയിട്ട് പോകണം. ശരിയാക്കട്ടാ ഗൈസ്. ക്ലോസ് ആയിട്ട് ഇറങ്ങാം. ബോറടിക്കും. ഇതിൻ്റെ കൈയിട്ട് ഈ ക്യാൻഡിലും കൂടി നോക്കട്ടെ. ഇത് എസ് എൽ അടിച്ചു, ഇത് എസ് എൽ അടിച്ചു. പക്ഷെ ഫസ്റ്റ് എടുത്ത ട്രേഡ് പെർഫെക്റ്റ് ആയിരുന്നു. ഇനി ലൈറ്റൊക്കെ ഓണാക്കിട്ട് ഇറങ്ങട്ടെ. സൂപ്പർ ട്രേഡായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. ലൈറ്റ് ഓണാക്കിട്ട് ഇറങ്ങാൻ കേട്ടോ. ഈ ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പുറത്തിറങ്ങി കേട്ടോ. റണ്ണിങ് തുടങ്ങാൻ പോവാണ് കേട്ടോ. ഓടാൻ പോകണ്ടല്ല, സമയം പോകണമെന്ന് അറിയില്ല. എന്നാൽ ചുമ്മാ ഇരിക്കുമ്പോൾ സമയം പോവും. ചുമ്മാ ഇരുന്ന സമയം പോവില്ല. ഇപ്പം ഇന്ന സമയത്തുള്ളിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റൂല. അപ്പോഴൊരു ടൈം പെട്ടെന്ന് പോകും. ചുമ്മാ ഇരുന്ന് ഫോണും കണ്ടിക്കൊണ്ടിരുന്ന് മടുത്തു തുടങ്ങുമ്പോൾ ടൈം പോകില്ല. എന്തോ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരക്കുറവാണ് കേട്ടോ. കണ്ടാ, എനിക്ക് 1 മിനിറ്റ് ഇടവിട്ട് ഒരു 7-8 വണ്ടിയെങ്കിലും പോകേണ്ടതാണ്. ഇപ്പം അത്രയൊന്നും പോകുന്നില്ല. ഇവിടെ ട്രക്കില്ലാതെ കണ്ട് ഞാൻ ഇപ്പോൾ നല്ല വേർത്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഒരിക്കലും ഇല്ലാതെ നല്ല വേർത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് ശ്വാസം എടുക്കുന്നതിൻ്റെ ചെറിയൊരു ഇത് മാത്രമേ വന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെക്കാളും കൂടുതൽ എനിക്ക് ഓടാൻ പറ്റിയിട്ടുണ്ട്. ശ്വാസത്തിൻ്റെ പ്രശ്നമില്ലാതെ എടുക്കാൻ പറ്റും. ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നമില്ലാതെ നല്ല റൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇന്ന്. നല്ല വേർക്കുകയും ചെയ്തിന്ന് എത്തിക്കഴിഞ്ഞാട്ടാ. യെസ്, ഇപ്പോൾ ഓടിയൊരു നല്ല രസമുണ്ട്. പക്ഷെ ഒരു പിടുത്തം കഴിക്കാൻ പോകണം കേട്ടോ. ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കണം കേട്ടോ. ഫുഡ് കഴിക്കണം കേട്ടോ. ഡ്യൂട്ടി കയറണം കേട്ടോ. ടൈം അവിടെ കുഴപ്പമില്ല കേട്ടോ. ഇതാ ട്രേഡ് വേണ്ട. അവിടെ നിന്ന് കഴിഞ്ഞ് ക്യാരക്ടറേ ചേഞ്ച് ചെയ്യാതിൻ്റെ. അയ്യോ ഒന്നും പറയില്ല ഗായ്സ്, ഒന്നും പറയില്ല. ഒന്നും പറയില്ല. എന്താ ഇവിടെ നിന്ന് ഷഡേന്ന് ക്യാരക്ടർ ചേഞ്ച് ചെയ്യാം. ട്രേഡ് ഒന്നും പറയില്ല കേട്ടോ ഗായ്സ്, ഒന്നും പറയില്ല. അടിപൊളി വിഷയം ട്രേഡ്. അല്ലാതെ കമ്പ്യൂട്ടർ ബേസിൽ പോകുന്നുണ്ട്. 1 ശതമാനം കൂട്ടാണ്ട്. അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം കുഴപ്പമില്ല, ഓക്കെയാണ്. ഇനി കഴിക്കട്ടെ. ഇതാണ് കേട്ടോ കാരണം. ചോറൊന്നും ഉണ്ടാക്കിയില്ല. ഡെയിലി ചോറ് കഴിച്ചാൽ റെഡി ആവൂല. ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി പമ്പ് റൂമും ക്ലോറിനേഷനും പോയി ചെക്ക് ചെയ്യണം. പമ്പ് റൂം ഓക്കെയാണ്. ക്ലോറിനേഷൻ്റെ ഇവിടെ കുഴപ്പമില്ല. കമ്പ്യൂട്ടർ ബേസ് കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്ത അനാലിസിൻ്റെ കൂടി നോക്കിയാൽ ഗോൾഡ് ടൈമായിട്ടില്ല. ഞാൻ ജസ്റ്റ് മാർക്ക് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. കുഴപ്പമില്ലാതെ മൂവ്മെൻറ്റ് ഇരിക്കുക. നേരത്തെ ആൾറെഡി നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ജസ്റ്റ് അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അനാലിസിസ് നോക്കുക. ഓക്കെ ഒന്നത്. പിന്നെ അടുത്ത വല്ല കോൾ വല്ലതും വരണമെങ്കിൽ കൺട്രോൾ നമ്മൾ എടുക്കേണ്ടി വരും. അതിൻ്റെ ഉണ്ടെങ്കിൽ അത് എടുക്കുക. പിന്നെ എഡിറ്റിങ് ചെറിയ ചെറിയ പരിപാടികളെല്ലാം ഉണ്ടായി. മനസ്സിലല്ല, അതൊക്കെ തന്നെ.
താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.